വണ്ടിപ്പെരിയാറിൽ വയോധികയുടെ വായിൽ തുണി തിരികെ കയറ്റി 3 പവൻ സ്വർണവും 25,000 രൂപ പണവും അപഹരിച്ചു. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിൽ താമസിക്കുന്ന 65 വയസ്സുള്ള പാൽത്തങ്കത്തിന്റെ വീട്ടിലാണ് അതിക്രമം ഉണ്ടായത്. വെളുപ്പിന് 2 മണിയോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്താണ് സംഭവം. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ചൊവ്വാഴ്ച വെളുപ്പിന് 2 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ മൗണ്ട് കുഴിവേലിയിൽ വീട്ടിൽ 65 വയസ്സുള്ള പാൽത്തങ്കത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് പാൽത്തങ്കം പറയുന്നത് ഇങ്ങനെ: ഭർത്താവ് മരിച്ച ശേഷം പാൽത്തങ്കം മാത്രമാണ് കുടുംബ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. മക്കൾ 4 പേരുണ്ടെങ്കിലും ഇവർ വേറെയാണ് താമസം. ഇത് മനസ്സിലാക്കിയ ആരൊക്കെയോ ഇന്നലെ രാത്രിയിൽ വീടിന് പരിസരത്ത് എത്തുകയും ഇന്ന് വെളുപ്പിന് 2 മണിയോട് കൂടി വീടിന് അടുക്കള വശത്തെ കതക് തകർത്ത് അകത്ത് പ്രവേശിക്കുകയും ഉറങ്ങിക്കിടന്ന പാൽത്തങ്കത്തിന്റെ മുഖത്ത് തുണിയിട്ട് മൂടുകയും ചെയ്തു. ഒച്ച വെക്കാതിരിക്കാൻ വായിൽ മറ്റൊരു തുണി തിരികെ കയറ്റി. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി തന്റെ കഴുത്തിൽ വെക്കുകയും ഒച്ചയുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് അക്രമികൾ പറയുകയും ചെയ്തു. ഒപ്പം മാലയും കമ്മലും ഊരി വാങ്ങി. ഇതോടൊപ്പം തലയണക്കടിയിൽ വെച്ചിരുന്ന 25,000 രൂപയും അപഹരിച്ചു. வீட்டுக்குள்ளுக்கு வந்திருக்கு 2 பையங்க, கால் மாட்டில் ஒருத்தன் கை மாட்டில் ஒருத்தன், நான் தலை மாட்டிலேயுமா 2 பேரும் நின்னாங்க. நிற்கும்போது எனக்கு எதுவுமே சொல்ல முடியாது. நான் வெம்பரப்பாக பறந்துட்டேன். ஒருத்தன் காலை பிடிச்சான், ஒருத்தன் கையை பிடிச்சி இந்த தலையை பிடிச்சிக்கிட்டான். அப்படியே கட்டில் விட்டு எந்திரிக்க முடியாமல் பிடிச்சி அமுக்கி மாலையும் கம்மலையும் கலட்டியிருக்கான். பேசினேன்னா ஒன்று பிச்சாச்சி எடுத்து கொஞ்சம் அங்கே சங்கில் குத்துவேன். நீ வா திறக்கக்கூடாது. வாய்க்குள்ளுக்கு துணி குத்தி ஏற்றிருக்கு. கண்ணை கெட்டியாச்சு. சொரந்தான் எனக்கு இந்த சொல்லுத சொரந்தான் பிடிபட்டிருக்கு. அந்த சொரம் எனக்கு நல்லா பிடிபட்டிருக்கு. நின்று கலத்திருக்கு. மாலை அக்கா இருக்க எல்லாம் இல்லை. மாலை அப்படியே கொளுத்து கலத்தி எடுத்திருக்கு. കമ്മലിയും കളത്തിൽ தான் എടുത്തിருக்கு. സംഭവം കഴിഞ്ഞ ഇവർ വീടിന് പുറകുവശത്തെ വഴി തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത് താമസിക്കുന്ന മകന്റെ അടുത്തേക്ക് പാൽത്തങ്കം ഓടിപ്പോവുകയായിരുന്നു. നാട്ടുകാരെയും മറ്റു മക്കളെയും വിവരമറിയിച്ച് ഇവർ എത്തിയെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പരിസര പ്രദേശങ്ങളിൽ കണ്ടുകിട്ടിയിട്ടുമില്ല. ഇതേസമയം പാൽത്തങ്കത്തിന്റെ കമ്മൽ ഊരിയെടുത്തപ്പോൾ ചെവിക്ക് ചെറിയ മുറിവുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയും തേടി. സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണം എന്ന് പോലീസ് പറഞ്ഞതിന് പിന്നാലെയാണ് മോഷണം നടന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.